ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നോമ്പ് തുറക്കൊക്കെ വിരുന്നുകാർ വരുമ്പോൾ കൊടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മാതളം ഷെയ്ക്കാണ്. ഈ ഷെയ്ക്ക് തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഷെയ്ക്ക് തന്നെയാണ്. നിങ്ങൾക്ക് ഉണ്ടാക്കി കുടിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. അതുപോലെ തന്നെ മാതളം വെച്ചിട്ടുള്ളതായതുകൊണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഷെയ്ക്കുമാണ്. അപ്പോൾ ഈ ഷേക്ക് കുറച്ച് ലൂസായിട്ടുള്ളതായതുകൊണ്ട് തന്നെ നമുക്ക് കുടിക്കാനും നല്ല എളുപ്പമാണ്. അപ്പോൾ ഇത് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുകയും ചെയ്യണം. നിങ്ങൾക്ക് ഈ വീഡിയോ നിങ്ങൾ കണ്ടതിന് ശേഷം ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഡിസ്ലൈക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ കമൻറ്റ്സ് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക. അപ്പോൾ നിങ്ങൾ എന്ത് അഭിപ്രായം തന്നെയാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇട്ടാലാണ് നമുക്ക് അടുത്ത വീഡിയോകൾ അതിനനുസരിച്ച് ഇമ്പ്രൂവ് ആക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടനും കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്കിതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ നോക്കാം. ഇതിനായിട്ട് ഞാൻ 2-3 മാതളം സെപ്പറേറ്റ് ആക്കി ഇവിടെ എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് മാതളം കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. മാതളം കൂടുന്നതനുസരിച്ച് നമ്മുടെ ഷേക്കിന് നല്ലൊരു ടേസ്റ്റും കിട്ടുന്നതാണ്. അപ്പോൾ ഇത് ഒന്നുകിൽ പാലിൻ്റെ കൂടെ ഇട്ട് അടിക്കുക, അല്ലെങ്കിൽ മിക്സിയുടെ ജാറിൽ മാതളം മാത്രം ഇട്ട് അതിൻ്റെ ജ്യൂസ് സെപ്പറേറ്റ് ആക്കി എടുക്കുക. ഞാനിവിടെ ഒരു ജ്യൂസറിലാണ് ഇപ്പോൾ ജ്യൂസ് സെപ്പറേറ്റ് ആക്കി എടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാവുന്നതാണ്. പാലിൻ്റെ കൂടെ ഇട്ട് അടിക്കുകയോ അല്ലെങ്കിൽ ജ്യൂസ് സെപ്പറേറ്റ് ആക്കി എടുക്കുകയോ എന്താണെങ്കിലും ചെയ്യാം. പിന്നെ ഇതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് പാലാണ്. ഞാൻ ഇവിടെ പാല് നല്ല കട്ടയാക്കി എടുത്തിട്ടുണ്ട്. 250 ml 1/4 ലിറ്റർ പാലാണ് ഞാൻ എടുത്തേക്കുന്നത്. പിന്നെ ഇത് ഞാൻ ജ്യൂസ് സെപ്പറേറ്റ് ആക്കി വെച്ചിരിക്കുന്നത്. പിന്നെ ആവശ്യത്തിന് പഞ്ചസാര, വാനില ഐസ്ക്രീം, ഇത്രയും ഇൻഗ്രീഡിയൻസാണ് നമുക്കിതിന് ആവശ്യമായിട്ടുള്ളത്. ആദ്യം തന്നെ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് കട്ട പാല് ചേർത്ത് കൊടുക്കാം. പാല് കട്ടയാണെങ്കിലും നമ്മൾ ഈ ജ്യൂസ് ചേർക്കുമ്പോൾ ഇത് ശരിക്കും ലൂസായിട്ടാണ് നമുക്ക് ഈ ഷേക്ക് കിട്ടുള്ളൂ. ആവശ്യത്തിന് മധുരം, പഞ്ചസാര നമുക്ക് ചേർത്ത് കൊടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾ ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ മാതളത്തിൻ്റെ ജ്യൂസ് സെപ്പറേറ്റ് ആക്കി വെച്ചിരിക്കുന്നതും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന വാനില ഐസ്ക്രീമും കൂടി ചേർത്ത് കൊടുക്കാം. വാനില ഐസ്ക്രീം ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് നമ്മുടെ ഷേക്കിന്. അപ്പോൾ നമുക്കിത് സെറ്റ് ചെയ്യാം. ഞാൻ 2 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് വാനില ഐസ്ക്രീം ഓരോ സ്കൂപ്പും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അടിച്ചു വെച്ചിരിക്കുന്ന ഷേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഷേക്ക് തന്നെയാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഷേക്കും കൂടിയാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ, ബൈ, താങ്ക് യു.